ഫദ്ൽ എന്നവർ വലതുഭാഗത്തുകൂടെ നബി തങ്ങളോട് ചോദിക്കാൻ വന്ന ആ പെണ്ണിനെ നോക്കാതിരിക്കാൻ വേണ്ടി ഫദ്ൽ എന്നവരുടെ മുഖം അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു കൊടുക്കുന്നത് സ്വഹാബിമാർ കാണുന്നു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ മുഖം അങ്ങ് തിരിക്കുന്നത് കണ്ടല്ലോ, എന്തേ അതിന് കാരണം? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? റഅയ്തു ശാബ്ബൻ വശാബ്ബ ഫലമ്മ അമൻ അലൈഹിമ ശൈത്താൻ. ഞാനൊരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും അല്ലേ കാണുന്നത്. താഴെ നിൽക്കുന്നത് ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്, എന്റെ കൂടെ നിൽക്കുന്ന ഫദ്ൽ എന്നവരെ യുവാവാണ്. ആ യുവാവും ആ യുവതിയും കണ്ണുകൊണ്ട് ഹറാമായ ഒരു നോട്ടം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ പിശാച് വരുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ആ പെണ്ണിനെ നോക്കാതിരിക്കാനാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഇതൊരു അങ്ങാടിയിലോ ഒരു ഷോപ്പിംഗ് മാളിലോ നടന്ന സംഭവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹജ്ജിന്റെ സമയമാണ്. സ്വഹാബിമാർ മുഴുവനും കരഞ്ഞുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന അറഫ ഭൂമിയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് പിശാച് വരുമോ എന്ന് പേടിച്ചത്. തസ്കിയത്താണത്. നമ്മുടെ കണ്ണുകളെ ആരെങ്കിലും തിന്മകളിലേക്ക് നോക്കാതെ, അത് തന്റെ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ആണെങ്കിലും സ്ക്രീനിലോ അല്ലാതെയോ ആണെങ്കിലും അല്ലാഹു അരുതെന്ന് പറഞ്ഞതിനെ നോക്കാതെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, നിങ്ങൾക്ക് അല്ലാഹുവിന് പകരം നൽകുന്നത് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആരാധനയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഹറാമിലേക്ക് നോക്കാതിരുന്നാൽ അതിന് പകരമായി അല്ലാഹു നൽകുന്നത് റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, മാധുര്യമുള്ള സുജൂദിൽ നിന്ന് തലപൊക്കാൻ തോന്നാത്ത വിധം, നോമ്പിന്റെ വിശപ്പിന്റെ കാഠിന്യത്തിലും ആസ്വദിച്ച് നോമ്പെടുക്കാൻ കഴിയുന്ന വിധം, യാത്രാക്ഷീണവും ക്ലേശവും ഉണ്ടായിരിക്കെ തന്നെ ഉംറയും ഹജ്ജും ആനന്ദിക്കാൻ കഴിയുന്ന വിധം അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തിന്റെ മാധുര്യം നൽകും. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കണ്ണുകളെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദ് അഫ്ലഹ മൻ സക്കാഹ അല്ലെങ്കിൽ ഖദ് അഫ്ലഹ മൻ തസക്കാ, നിങ്ങൾ ശുദ്ധിയാക്കേണമേ, ശരീരവും നിങ്ങളുടെ സ്വഭാവവും നന്നാക്കേണമേ എന്ന് എത്രയാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ഒരു നിർദ്ദേശം പാലിക്കലാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം. അതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് وإنك لعلى خلق عظيم. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത് ഐ ഇന്നക അലാ ദീനിൻ അദീം, വഇന്നക ലഅലാ ദീനിൻ അദീം. റളിയല്ലാഹു അൻ ഇബ്നു അബ്ബാസ് الذي جعل الدين كله خلقا. ഇബ്നു അബ്ബാസ് എന്നവരുടെ തഫ്സീർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാ പറയുന്ന വാക്കാണത്. റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ്, അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടട്ടെ. അല്ലദീ ജഅല ദീന കുല്ലഹു ഖുലുഖാ, ഇസ്ലാം മതം എന്ന് പറയുന്നത് മുഴുവൻ സ്വഭാവ ഗുണങ്ങളാണ് എന്ന് പഠിപ്പിച്ച ഇബ്നു അബ്ബാസ് നിങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ ഗുണത്തിലാണ് എന്ന് പറയുമ്പോൾ സ്വഭാവ ഗുണം എന്നത് ദീൻ തന്നെയാണ്. ദീൻ എന്നത് സ്വഭാവ ഗുണമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചതും ആ ഒരു അല്ലാഹുവിന്റെ അധ്യാപനമാണ്. നബിയേ, അങ്ങയുടെ സ്വഭാവം മനോഹരമാണ്. നബിയേ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അരികത്ത്, സ്വർഗ്ഗത്തിനുള്ളിൽ തന്നെ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ ജാമ്യം നിൽക്കാം. പുണ്യനബി പറയുന്നു, ലിമൻ തറക്കൽ മിറാ, തർക്കിക്കാതിരിക്കുന്ന ആളുകൾക്ക്, അത് ഫേസ്ബുക്കിലാണെങ്കിലും അല്ലാതെയും തർക്കങ്ങളില്ലാതിരിക്കുക, വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരു തർക്കത്തിന് പോവാതിരിക്കുക. ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ,
തന്റെ പക്ഷത്താണ് സത്യമുള്ളത് എങ്കിൽ തന്നെയും തർക്കിക്കാതിരിക്കുന്നവർക്ക് സ്വർഗത്തിൽ വീടുണ്ട്. വബിബൈതിൻ ഫീ വസതിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് വാങ്ങിച്ചു തരാം. ലിമൻ തറക്കൽ കദിബ്, നുണ പറയാതിരിക്കുന്ന ആണിനും പെണ്ണിനും അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് വീട് കൊടുക്കുന്നുണ്ട്. വഇൻ കാന മാസിഹ, നിങ്ങൾ തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയാതിരിക്കണേ. വബിബൈതിൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നിങ്ങൾക്ക് വീട് ഞാൻ വാങ്ങിച്ചു തരാം. ആർക്കെന്നറിയുമോ? ലിമൻ ഹസുന ഖുലുഖുഹു, ആരുടെ സ്വഭാവമാണോ നന്നാവുന്നത്, ആരാണോ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകളാകുന്നത്, അവർക്കാണ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അള്ളാഹു വീട് തരുന്നത്. അത് വെറുമൊരു സ്വഭാവം മാത്രമല്ല, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പ്രത്യേകിച്ച് ഫർളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും സുന്നത്തിലൂടെ അള്ളാഹുലേക്ക് അടുക്കുകയും സ്വഭാവ ശുദ്ധി വരുത്തുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹുവിന് ഭൂമിയിൽ ചില പാത്രങ്ങളുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഇന്നലില്ലാഹി ആനിയതൻ മിൻ അഹ്ലിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിന് പാത്രങ്ങളുണ്ടത്രേ. വആനിയതു റബ്ബികും ഖുലൂബു ഇബാദിഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ പാത്രങ്ങൾ എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ ഹൃദയങ്ങളാണത്രേ. സജ്ജനങ്ങളുടെ ഹൃദയങ്ങളാണ് അള്ളാഹുവിന്റെ പാത്രങ്ങൾ. എന്നിട്ട് പറയുന്നു വഹബ്ബുഹാ ഇലൈഹി അൽയനുഹാ വഅറഖുഹാ, ഈ പാത്രങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ പാത്രത്തിൽ വെച്ചു കൊടുക്കുന്ന അമലാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടുന്ന പാത്രങ്ങളിൽ ഏറ്റവും നല്ലത് അൽയനുഹാ വഅറഖുഹാ, ആ ഹൃദയങ്ങളിൽ ഏതാണോ ഏറ്റവും സ്നേഹം കാണിക്കുന്ന കരുണ കാണിക്കുന്ന ഹൃദയമുള്ളത്, ഏത് ഹൃദയത്തിലാണോ ദയാവായ്പുള്ളത്, ഏത് ഹൃദയമാണോ അള്ളാഹുവിലേക്ക് അടുക്കുകയും റബ്ബിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുകയും ചെയ്യുന്നത്, ഏത് ഹൃദയമാണോ സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്, ഏത് ഹൃദയത്തിലാണോ ദുഷിച്ച സ്വഭാവങ്ങളില്ലാത്തത്, ഏത് ഹൃദയമാണോ കൊച്ചുമക്കളോടും വൃദ്ധകളോടും വൃദ്ധന്മാരോടും രോഗികളോടും ദുർബലരോടും കരുണ കാണിക്കുന്നത്, ഏത് ഹൃദയത്തിൽ നിന്നാണോ ദുഷിച്ച വാക്കുകളില്ലാതെ സൗമ്യതയുടെ വാക്കുകൾ വരുന്നത്, ആ ഹൃദയങ്ങളാണത്രേ അള്ളാഹുവിന്റെ പാത്രങ്ങൾ. അതിലൂടെ വെച്ചു കൊടുക്കുന്ന അമലുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹൃദയ സ്വഭാവങ്ങളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം. ഏതെല്ലാം തരത്തിൽ മാനസിക പീഡനങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും, കുടുംബത്തിൽ, മക്കളിൽ, കൂട്ടുകാരിൽ, സംഘടനകളിൽ, നമ്മുടെ കൂടെയുള്ളവരിൽ, ഒരേ ആശയക്കാരിൽ, വ്യത്യസ്ത ആശയക്കാരിൽ, ഇവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. മൻ തഖമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഖത്തു, അവിടുത്തെ പേഴ്സണലി ആരെങ്കിലും നബി അറ്റാക്ക് ചെയ്താൽ, അവിടുത്തെ വ്യക്തിത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ഹബീബായ നബി തങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനൊരിക്കലും നബി തങ്ങൾ പ്രതികാരം ചെയ്തിരുന്നില്ല എന്നാണ് ഹദീസ്. നബി തങ്ങളെ പേഴ്സണലി അറ്റാക്ക് ചെയ്താൽ നേരെ മറിച്ച് ദീനിന്റെ ഒരു ശരീഅത്തിന്റെ നിയമത്തെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് നബി തങ്ങൾ മറുപടി പറയാറുണ്ട്. എന്നല്ലാതെ നബി തങ്ങളെ ചീത്ത വിളിച്ചതിനോ നബി തങ്ങളെ പരിഹസിച്ചതിനോ നബി തങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അതാണ് അൽ ഖുലുഖുസ് സാമി, ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണം അതാണ്. മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖാദിമൻ വലാ ദാബതൻ വലാ ഷൈഅൻ ഖത്തു, അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ഒരു മൃഗത്തെ പോലും നബി തങ്ങൾ അടിച്ചിട്ടില്ല, ഒരു മൃഗത്തെ പോലും അടിച്ചിട്ടില്ല, ഒരു ഖാദിമിനെയോ വേലക്കാരനെയോ അടിച്ചിട്ടില്ല, ഒരു വിദ്യാർത്ഥിയെയോ ഒരു മുതഅല്ലിമിനെയോ നബി തങ്ങൾ അടിച്ചിട്ടില്ല, ഒരു കുട്ടിയെ പോലും നബി തങ്ങൾ അടിച്ചിട്ടില്ല. മാ ദറബ റസൂലുള്ളാഹ്, അവിടുന്ന് പറഞ്ഞു വദുരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ, പക്ഷേ നബി തങ്ങൾ അടിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങൾ അടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടി വരുമ്പോൾ നബി തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അത് അല്ലാഹുവിന് വേണ്ടിയുള്ളതായിരുന്നു. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വേണ്ടി ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മൻ കലമ ഗൈളൻ, അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലേ, ആ ദേഷ്യം നിങ്ങൾ കടിച്ചിറക്കുകയാണെങ്കിൽ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു,
ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിനൊത്ത് പറയാനും എഴുതാനും പരിഹസിക്കാനും നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കെ നിങ്ങളത് ചെയ്യാതിരുന്നാൽ ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ്, മനുഷ്യരെ മുഴുവനും അല്ലാഹു ഹാജരാക്കുന്ന ദിവസം അല്ലാഹു അവരെ അന്ത്യനാളിൽ വിളിച്ച് അവരെ റബ്ബ് തആല ആദരിക്കുകയാണ്. ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി യുസവ്വിജുഹു മിൻഹാ മാ യശാ, സ്വർഗീയ ഹൂറികളിൽ ആരെ വേണമോ നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് അല്ലാഹു അത്തരം ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പ്രതിഫലം നൽകുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസിലുള്ളത് യംലഉ മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. ഹൃദയം കൊണ്ട് അല്ലാഹു ഹൃദയത്തിൽ നിറയെ റിളാവും അല്ലാഹുവിന്റെ തൃപ്തിയും റബ്ബ് തആല നിറച്ചു കൊടുക്കും. ആരെങ്കിലും ദേഷ്യം വരുന്നതിനനുസരിച്ച് പെരുമാറാതിരുന്നാൽ, ദേഷ്യം വന്നാൽ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കലാണ്. ദേഷ്യം വന്നാൽ എണീക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കിടക്കുക, ഇല്ലെങ്കിൽ പോയി ഒളു എടുക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ആ ഒരു സിനാരിയോയിൽ നിന്ന് മാറി നിൽക്കുക, ദേഷ്യം വരുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ നബി ഞങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശതമ റജുലുൻ റബീഅ ഇബ്നുൽ ഖുസൈം, മഹാനായ താബിഈയായ റബീഅ ഇബ്നു ഖുസൈം എന്നവരെ ഒരാൾ ചീത്ത പറഞ്ഞു. റബീഅ ഇബ്നു ഖുസൈം എന്നവർ ആരാ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് റബീഅ എന്നവരെ. മഹാനവരെ കുറിച്ചാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ പറഞ്ഞത്, യാ റബീഅ ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹബ്ബക, റബീഅ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ നബി തങ്ങൾ സ്നേഹിക്കുമായിരുന്നു. ആ ഒരു റിവായത്താണ് ആലിമീങ്ങൾ ഉദ്ധരിക്കുന്നത്. നബിതങ്ങൾ കണ്ടാൽ നമ്മളെ ഇഷ്ടപ്പെടുമോ? റബീ എന്നവരെ കണ്ടാൽ നബിതങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് അവരുടെ ഉസ്താദ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. നമ്മളുടെ സ്വഭാവം അങ്ങനെയാണോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷിച്ച ചിന്തകളെ നബിതങ്ങൾക്ക് കാണാൻ കഴിയും, വായിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ റബീ എന്നവർ മഹാനവറുകളെ ഒരാൾ ചീത്ത വിളിച്ചു, വല്ലാണ്ട് പരിഹസിച്ചു. ആ മനുഷ്യനോട് റബീ എന്നവർ കൊടുത്തൊരു മറുപടിയുണ്ട്, യാ ഹാദാ ഖദ് സമിഅ അല്ലാഹു കലാമക, സഹോദര നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം അല്ലാഹു കേട്ടിരിക്കുകയാണ്. നമ്മളെ എഴുതിവിടുന്നത് ആരാരെപ്പറ്റി പരിഹസിച്ചാലും അത് അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ പെന്നെയും മാറ്റിയാലും നിങ്ങളുടെ അക്കൗണ്ട് നെയിം അറിയാത്തതാക്കി അനോണിമസ് ആയി വെച്ചാലും ഖദ് സമിഅ അല്ലാഹു കലാമക, നിങ്ങളുടെ എഴുത്തും വായനയും അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. വ ഇന്ന ദൂനൽ ജന്നതി അഖബ, സഹോദര സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അഖബകളിലൂടെ കടന്നു പോകാനുണ്ട്. ഇൻ ഖതഅതുഹാ, ആ സിറാത്തിന്റെ പാലത്തെ കുളത്തുകളെല്ലാം മറികടന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് സാധിച്ചാൽ മാ ദറനി മാ തഖൂൽ, നീ എന്നെ പറയുന്ന ചീത്ത പറച്ചിലൊന്നും എനിക്കൊരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ വ ഇല്ലം ഖതഅഹാ, സ്വർഗത്തിലേക്ക് സിറാത്ത് കടക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ ഫഅന ശർറും മിമ്മാ തഖൂൽ, നീ ഈ വിളിച്ചു പറയുന്നതിനേക്കാളും മോശക്കാരനാണ് ഞാൻ, മതിയോ എന്ന് മഹാനായ റബീഅ ബിൻ ഖുസൈം റളിയല്ലാഹു തആല അൻഹു, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ആർക്കെങ്കിലും മാപ്പ് ചെയ്തു കൊടുത്താൽ അതിനു പകരം അല്ലാഹു അവർക്ക് അഭിമാനമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നില്ല. ഒന്ന് മാപ്പ് പറഞ്ഞാൽ, ഒന്ന് സോറി എന്ന് പറഞ്ഞാൽ, എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴ്ന്നു പോവുകയല്ല, അല്ലാഹു നിങ്ങളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളിൽ ഏറ്റവും അറിയപ്പെട്ട ക്ഷമയുടെ പര്യായമായിരുന്നു അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു വഴിക്ക് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു മനുഷ്യൻ പിന്നാലെ കൂടി മഹാനവറുകളെ ചീത്ത പറഞ്ഞപ്പോഴൊന്നും അതിന് മറുപടി പറയാതിരുന്നപ്പോൾ, ഒരു മറുപടിയും പറയാതിരുന്നപ്പോ ചീത്ത പറഞ്ഞ മനുഷ്യൻ കരഞ്ഞത്രേ. അയാൾ പറഞ്ഞു, വാ ലഹ്ഫാ മാ യംനഉഹു അൻ യറുദ്ദ അലയ്യ ഇല്ലാ ഹവാനി അലൈഹി, ഞാൻ ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടും എനിക്ക് മറുപടി തരാതിരിക്കുന്നത് അയാളുടെ കണ്ണിൽ ഞാൻ ഇത്രമേൽ നിസ്സാരനായത് കൊണ്ടല്ലേ. വാ ലഹ്ഫാ,
എന്റെ നാശമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരയാൻ തുടങ്ങിയത്രേ. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ചീത്ത വിളിച്ചപ്പോൾ വീടിന്റെ അരികത്തേക്ക് മഹല്ലിലേക്ക് എത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദര, എന്തെങ്കിലും ഇനി എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കിൻ. കാരണം എന്റെ മഹല്ലിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. ഒരുപക്ഷെ വിവരമില്ലാത്ത ആളുകൾ നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത് കണ്ടാൽ നിങ്ങൾ എന്തെങ്കിലും അവർ ചെയ്തേക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള ഇവിടെ മുഴുവനായി പറഞ്ഞോളൂ, ഞാൻ നിന്നു തരാം. ഒരൽപ്പം കൂടെ നടന്നാൽ എന്റെ വീടിന്റെ പരിസരമായി അവിടെ എന്നെ അറിയുന്ന ആളുകൾ കാണും. അതുകൊണ്ട് പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞോളൂ എന്ന് ആ മനുഷ്യന്റെ മുമ്പിൽ വിനയം കാണിക്കുന്നത് ഒരു ദുർബലതയല്ല, ഒരു ദൗർബല്യമല്ല, കഴിവുകേടല്ല. പിന്നെയോ മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സംഘടനാ തലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പഞ്ചായത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആർക്കെങ്കിലും മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ടും ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ദേഷ്യം കടിച്ചിറക്കുകയും ചെയ്തുകൊണ്ട് ആരെങ്കിലും ക്ഷമിക്കുകയും അവിടെ വിനയം കാണിക്കുകയും ചെയ്താൽ മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ആ മാപ്പ് ചെയ്ത ആൾക്ക് അല്ലാഹു അഭിമാനം വർദ്ധിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവർ ആ മാതൃകയാണ് സ്വീകരിച്ചത്. അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവരുടെ ഉസ്താദാണ് ഖൈസ് ഇബ്നു ആസിം അൽ മിൻഖരി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ് ആ റളിയല്ലാഹു അൻഹു, അവരിൽ നിന്നാണ് അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന താബിഈ ഇത്തരം സൽഗുണങ്ങൾ പഠിച്ചത്. മഹാനായ ഖൈസ് ഇബ്നു ആസിം അൽ മിൻഖരി, അവരെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹാദാ സയ്യിദു അഹ്ലിൽ വബ്ർ, ഹാദാ സയ്യിദു അഹ്ലിൽ വബ്ർ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഖൈസ് ഇബ്നു ആസിം. ഖൈസ് ഇബ്നു ആസിം എന്നവരുടെ മകനെ, ഖൈസ് ഇബ്നു ആസിം എന്നവരുടെ ജ്യേഷ്ഠന്റെ മകൻ കൊന്നുകളഞ്ഞ ഒരു രംഗമുണ്ട്. മഹാനായ ഖൈസ് ഇബ്നു ആസിം എന്നവരുടെ മകൻ സ്വഹാബിയാണ് ഖൈസ് ഇബ്നു ആസിം. അവരുടെ മകനെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ വധിച്ചു കളഞ്ഞപ്പോ മഹാനായ ഖൈസ് ഇബ്നു ആസിം എന്നവര് ഇരിക്കുകയാണ്. അവരുടെ മുമ്പിലേക്ക് കൊലയാളിയായ ചെറുപ്പക്കാരനെ, സ്വന്തം ജ്യേഷ്ഠന്റെ മകനെ ആളുകൾ കൈകാലുകൾ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തിയപ്പോ മഹാനവറുകൾ കൊടുത്തൊരു മറുപടിയുണ്ട് ചരിത്രത്തിന്. അതിന് സമാനമായത് ഒരിക്കലും രേഖപ്പെടുത്താൻ കഴിയില്ല. ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ പേടിപ്പിച്ചല്ലേ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പേടിയാവൂലേ? ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ പേടിപ്പിച്ചല്ലേ? ആരായി കൊലയാളി? സ്വന്തം സഹോദരന്റെ മകൻ. ആരെയാ കൊന്നത്? ഖൈസ് ഇബ്നു ആസിം അൽ മിൻഖരിയുടെ സ്വന്തം മകനെ കൊലപ്പെടുത്തിയ കൊലയാളിയാണിത്, സ്വന്തം ജ്യേഷ്ഠന്റെ മകൻ. ആ മകനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, നിങ്ങൾ അയാളെ പേടിപ്പിച്ചല്ലേ? എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് മഹാൻ ചോദിച്ച ചോദ്യമുണ്ട്, മോനെ, എത്ര മോശമായതാണ് മോനെ നീ ചെയ്തത്. നിന്റെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ എണ്ണം കുറഞ്ഞു പോയത്. നാളെ നിനക്ക് സഹായമാകാൻ പോകുന്നവനായിരുന്നില്ലേ എന്റെ മകൻ നിങ്ങളെ എന്റെ മൂത്താപ്പയുടെ മകനെ എന്ന് വിളിക്കുന്ന നിങ്ങളാണല്ലോ എന്റെ കുഞ്ഞിനെ കൊന്നത്. ആ മകൻ നിങ്ങൾക്ക് നാളെ ഒരു സഹായമാവേണ്ട മോനല്ലേ? ആ സഹായമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? നിങ്ങളുടെയും എന്റെയും ശത്രുവായ പിശാചിനെയല്ലേ നിങ്ങൾ സഹായിച്ചത്? നിങ്ങളുടെ നാട്ടുകാർക്ക് ഈ വാർത്ത കാരണം എത്ര മോശപ്പെട്ട ഇമേജ് ആണ് വരിക. അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റമല്ലേ മോനെ നീ ചെയ്തത്? നിന്റെ കുടുംബ ബന്ധമല്ലേ നീ മുറിച്ചു കളഞ്ഞത്? നിന്റെ തന്നെ അമ്പ് കൊണ്ട് നീ നിന്നെ തന്നെയല്ലേ അമ്പ ചെയ്തത്? ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്റെ മകനോട് പോകാൻ പറയൂ. എന്റെ ഭാര്യക്ക്, അതായത് എന്റെ മകന്റെ ഉമ്മാക്ക്, എന്റെ ഭാര്യക്ക് ഈ കൊലപാതകത്തിന്റെ ദിയ, അതിന്റെ പ്രായശ്ചിത്തം എത്രയാണോ ആ പ്രായശ്ചിത്തം കൊണ്ടുപോയി കൊടുക്കണേ. ആ പ്രായശ്ചിത്തം കൊടുക്കുന്നത് ഈ വാപ്പ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, അവൾ മറ്റൊരു തറവാട്ടിൽ നിന്ന് വന്ന പെണ്ണാണ്. അതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മകനാണ് കൊല്ലപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകനാണ് ചെയ്തത്. അതുകൊണ്ട് എന്റെ ഭാര്യയെ അവളെ സമ്മതിപ്പിക്കാൻ എനിക്ക് പ്രയാസമാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണം, തിരിച്ചവനെ കൊല്ലണ്ട. അതിന്റെ പ്രായശ്ചിത്തം എത്രയാണോ ദിയത്ത്, ആ പൈസ ഇതാ, ഇത് എന്റെ മകന്റെ ഉമ്മാക്ക്, അതായത് എന്റെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ. ഖല്ലൂ സബീലഹു.
ഇതാണ് മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവരുടെ ഉസ്താദ് ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി റളിയല്ലാഹു അൻഹു സയ്യിദു അഹ്ലിൽ വബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃക ഇത്രമേൽ നമ്മളെ കൊണ്ട് സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത്. സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. സാധിക്കുമെങ്കിൽ അത്രയും ഭൂമിയോളം താഴാൻ ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങൾക്ക് സാധിക്കുമ്പോൾ ആ ഒരു സ്വഭാവ ഗുണം കൊണ്ട് അല്ലാഹു ഈ ഉമ്മത്തിന് നന്മ ചെയ്യുന്നുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുന്നുണ്ട്. ഈ ഉമ്മത്തിന്റെ സൽസ്വഭാവം ഒരിക്കലും ഒരു ജീർണതയോ ദുർബലതയോ ദൗർബല്യമോ അല്ല, കഴിവുകേടോ ആണെന്ന് മനസ്സിലാക്കരുത്. ഇത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനുൽ ബസ്രി എന്ന ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സ്വന്തത്തെ ബഹുമാനപ്പെട്ടവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത ആൾക്ക് ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുത്തയച്ച മഹാനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അതിന് മറുപടി പറഞ്ഞു, അലിംനാ അന്നക ഹദൈത ഇലൈനാ ഹസനാതിക്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞപ്പോ നിങ്ങളുടെ നന്മകളല്ലേ നിങ്ങൾ എനിക്ക് സംഭാവന ചെയ്തത്. ആ നന്മകൾക്ക് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ ഈത്തപ്പഴമേ ഉള്ളൂ, ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് തന്നെ ചീത്ത പറഞ്ഞ ആൾക്കാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഈത്തപ്പഴയുടെ ഒരു കൊട്ട, ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തത്. ഇത് ഇസ്ലാമിക ലോകത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റബീഉ ബിൻ ഖുസൈം നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ബഹുമാനപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ കുതിരയെ കാണാതായി ഒരു കള്ളൻ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുകയായിരുന്നു. ആ നിസ്കരിക്കുന്ന നേരത്താണ് അദ്ദേഹത്തിന്റെ വാഹനം ഒരാൾ അഴിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഗുലാം, ഒരു അടിമയുണ്ട്, അദ്ദേഹം അവിടെയില്ല. ആ അടിമ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, യാ ശൈഖ് യാ റബീ ഐനൽ ഫറസ്, എവിടെ നിങ്ങളുടെ വാഹനം ആരാ കൊണ്ടുപോയത്? അദ്ദേഹം പറഞ്ഞു, സുരിഖത്, അതൊരാൾ മോഷ്ടിച്ചെടുത്തു. സുരിഖത് വ അൻത തൻദുറു ഇലൈഹാ, നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുതിരയെ ഒരാൾ മോഷ്ടിക്കുകയോ? അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, ഞാൻ നിസ്കരിക്കുകയായിരുന്നു. മകാന ശൂലുൻ യുശ്ഗിലുനി അനിസ്സലാഹ്, നിസ്കരിക്കുന്ന സമയത്ത് എന്റെ നിസ്കാരം ഡിസ്റ്റർബ് ആകുന്ന വിധം ഒന്നിലേക്കും ഞാൻ എന്റെ മനസ്സ് കൊടുക്കാറില്ല. ഞാൻ നിസ്കരിക്കുമ്പോഴാണ് അയാൾ ഇത് കൊണ്ടുപോയത്. എന്നിട്ട് മഹാനവറുകൾ കയ്യുത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നഹു സറഖനി വലം അകുൽ ലിഅസ്രിഖ. ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, റബ്ബേ ഇത്രമേൽ സ്വഭാവശുദ്ധിയോ ഇങ്ങനെയൊക്കെ സാധിക്കുമോ? അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നഹു സറഖനി, അവൻ എന്നെയാണ് റബ്ബേ മോഷ്ടിച്ചത്. വലം അകുൽ ലിഅസ്രിഖഹു, ഞാൻ അയാളെ മോഷ്ടിച്ചതല്ല റബ്ബേ. അല്ലാഹുമ്മ, പടച്ചവനെ, എന്റെ കുതിര കൊണ്ടുപോയവൻ ഇൻ കാന ഗനിയൻ ഫഹ്ദിഹി, റബ്ബേ അയാൾ മുതലാളിയാണ്, ഇതെടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. എന്റെ സമ്പത്ത് അയാൾ മോഷ്ടിച്ചത് അയാൾ മുതലാളിയായ അവസ്ഥയിലാണെങ്കിൽ അല്ലാഹുവേ ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. വഇൻ കാന ഫഖീറൻ, റബ്ബേ എന്റെ കുതിര മോഷ്ടിച്ചു കൊണ്ടുപോയ ആള് ഒരു ഫഖീറാണെങ്കിൽ ഫഗ്നിഹി, എന്റെ ആ സമ്പാദ്യം കൊണ്ട് അയാൾക്ക് ഐശ്വര്യം കൊടുക്കണമേ എന്ന് ദുആ ചെയ്ത മഹാനാണ്, താബിഇയാണ് റബീഉ ബിൻ ഖുസൈം റളിയല്ലാഹു അൻഹു. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം താഴെ വീണാൽ അല്ലെങ്കിൽ കാണാതെയായാൽ, ആരെങ്കിലും മോഷ്ടിച്ചു കളഞ്ഞാൽ എന്തൊക്കെയാണാവോ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, എന്തൊക്കെയാ നമ്മൾ വിളിച്ചു പറയാ. അല്ലാമാ നബവി റളിയല്ലാഹു അൻഹു അവരുടെ പുതിയൊരു ചെരുപ്പ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കൊണ്ടുപോയ കള്ളന്റെ പിന്നാലെ ഓടിച്ചെന്നുകൊണ്ട് നബി ഇമാം പറഞ്ഞത് കിതാബുകളിലുണ്ട്, യാ ഹാദാ, അവിടെ നിൽക്ക്, നീ ഓടല്ലേ, അവിടെ നിൽക്ക്. ഇമാം നബി തങ്ങൾ പോകുന്നത്, നിനക്ക് ഞാനിത് തന്നിരിക്കുന്നു. എന്ത് വിലപിടിപ്പുള്ള ചെരുപ്പേ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളൻ, നിനക്ക് ഞാനിത് തന്നിരിക്കുന്നു എന്ന് പറയാൻ. അപ്പൊ വാങ്ങിയ ആൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുന്ന ആളെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയണം. അതാണ് ഇമാം നബി തങ്ങളുടെ മസാല. അപ്പൊ ഈ കള്ളന്റെ പിന്നാലെ കള്ളനുണ്ടോ മസാല അറിയുന്നു, അയാൾ ഓടുകയാണ് തന്നെ പിടിക്കാൻ വരികയെന്ന് വിചാരിച്ചിട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ നിൽക്ക്, ഇത് ഞാൻ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, ഖബിൽതു എന്ന് പറഞ്ഞു. അവൻ പറയാതെ ഓടുകയാണ്. അങ്ങനെ ഇമാം നബി തങ്ങൾ തിരിച്ചു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ട് ചെരുപ്പും പിടിച്ച് ഞാനും ഒരു മുസ്ലിമായ മനുഷ്യനും അള്ളാന്റെ കോടതിയിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ സാക്ഷി നിർത്തി പറയണേ, ആ കള്ളന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ചെരുപ്പ് മോഷ്ടിച്ചതിന്റെ പേരിൽ അള്ളാന്റെ മുമ്പിൽ ഞാനും അയാളും വിചാരണക്ക് ഒരുമിച്ച് കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇമാമുന നബി റളിയല്ലാഹു അൻഹു
ഇങ്ങനെ ഒരു പാഠം ഇതിനാ നബി തങ്ങൾ ലോകത്ത് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാ നബി തങ്ങളുടെ ദൗത്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സ്വഭാവ ഗുണങ്ങളുടെ ഏറ്റവും മഹിതമായ മൂല്യങ്ങൾ പഠിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നത്. മൻ ജഅലൽ ഹമ്മ ഹമ്മൻ വാഹിദൻ കഫാഹുല്ലാഹു സായിറ ഹുമൂമിഹി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവും നാളെ പരലോകത്തെ രക്ഷപ്പെടലുമാണെങ്കിൽ കഫാഹുല്ലാഹു സായിറ ഹുമൂമിഹി, നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും അല്ലാഹു പരിഹരിച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിനയാന്വിതരായി ജീവിക്കുന്നവർ അവരാണ് മുഅ്മിനീങ്ങൾ. വബശ്ശിരിൽ മുഖ്ബിതീൻ. ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന എത്രയോ സജ്ജനങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. മുദരിസുമാരായി ജീവിക്കുന്ന ആളുകൾ അവർ പ്രഭാഷണം നടത്തുന്നവരായിരിക്കണമെന്നില്ല, അവർ സ്റ്റേജിൽ ഇരിക്കുന്നവരാകണമെന്നില്ല. ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന സാത്വികരായ എത്രയോ മുഖ്ബിതീങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ട്, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുഹൈരീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അങ്ങനെയായിരുന്നു. ഇബ്നു മുഹൈരീസ് മഹാനായ ഔസാഇ തങ്ങൾ പറയുമായിരുന്നു, വല്ലാഹി ഇന്നി ലാ ഉദ്ദു ബഖാഅഹു അമാനൻ ലി അഹ്ലിൽ അർള്. ഇബ്നു മുഹൈരീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനെ കുറിച്ച് ഇമാം ഔസാഇ തങ്ങൾ പറഞ്ഞ വാക്ക്, മഹാനായ ഇബ്നു മുഹൈരീസ് എന്നവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകുന്ന സംരക്ഷണമാണ്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം ഭൂമിയിലെ മനുഷ്യർക്ക് അല്ലാഹു തണൽ നൽകും. ആ മഹാൻ കാരണത്താൽ ഇന്നി അങ്ങനത്തെ മഹാനാണ് ഇബ്നു മുഹൈരീസ്. അദ്ദേഹം ഒരു ഷോപ്പിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോഴേ അവിടെ നിന്ന് സാധനം വാങ്ങി ഇറങ്ങുമ്പോ ആരോ ഒരാൾ വന്ന് പറഞ്ഞിട്ടോ, ആ വന്ന ആളാരാ നിനക്കറിഞ്ഞോ? ഷാം കണ്ട ലോകം കണ്ട പ്രഗത്ഭനായ ആലിമും ആബിദുമാണ് മഹാനായ ഇബ്നു മുഹൈരീസ് തങ്ങളാണ്. നീ അറിഞ്ഞില്ലേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സംസാരം കേട്ടിട്ടുണ്ട് മഹാൻ. പിന്നെ ആ അങ്ങാടിയിൽ വന്ന് പിന്നെ സാധനം വാങ്ങിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ കുൻതു ലി അശ്തരിയ ബിദീനി, എന്റെ ദീന് കൊടുത്തിട്ട് ഞാൻ സാധനം വാങ്ങിക്കുന്ന ആളല്ല. അങ്ങനെ ഞാനൊരു അറിയപ്പെട്ട ആളാണെന്ന് കാണുമ്പോ ദീനിന്റെ പേരിൽ അദ്ദേഹം എനിക്ക് ഡിസ്കൗണ്ട് തന്നേക്കാം, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്റെ ദീന് കൊടുത്ത് വാങ്ങലാകൂലേ? അത് ഞാൻ ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. മാ കുൻതു ലി അശ്തരിയ ബിദീനി, എന്റെ ദീന് കൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൂല. ഞാൻ എന്റെ പൈസ കൊണ്ടാ വാങ്ങിക്കുക, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരൂല. ഇബ്നു മുഹൈരീസ് വബശ്ശിരിൽ മുഖ്ബിതീൻ. എത്രയോ സജ്ജനങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്, നമുക്കറിയില്ല. നമുക്കറിയാത്ത എത്രയോ സജ്ജനങ്ങൾ. സുബ്ഹാനല്ലാഹ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി തന്നവരാണ് സ്വഹാബിമാർ, താബിഈങ്ങൾ, താബിഈങ്ങളൊക്കെ. അവർ കാണിച്ച താഴ്മ വലുതായിരുന്നു, അവരുടെ വിനയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. سورة الإسراء. ثلاثة لا تسأل عنهم. മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് ചോദിക്കരുത്. അല്ലാഹു എങ്ങനെയൊക്കെയാണ് അവരുടെ മേൽ മുസീബത്തുകൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. അത്തരം ആളുകളെ കുറിച്ച് ചോദിക്കുകയേ വേണ്ട. സലാസത്തുൻ ലാ തസ്അൽ അൻഹും. ആരാണ്? റജുലുൻ നാസഅ അല്ലാഹ റിദാഅഹു വറജുലുൻ നാസഅ അല്ലാഹ കിബ്രിയാഅ വറജുലുൻ ഇത്തഖദൽ ഈമാന ബിദാഅ. വളരെ ഗൗരവമുള്ള ഹദീസാണിത്.
മുസ്തഫ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തലാസത്തുൽ ലാ തസ്അൽ അൻഹും, മൂന്ന് വിഭാഗം ആളുകൾ. റജുലുൻ നാസഅ അല്ലാഹ റിദാഅ, അല്ലാഹുവിനോട് മത്സരിക്കുന്ന ഒരാൾ. വറജുലുൻ നാസഅ അല്ലാഹ കിബ്രിയാഅ, അല്ലാഹുവിനോട് അഹങ്കാരം കാണിക്കുന്ന ഒരാൾ, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ഒരാൾ. മൂന്ന് വറജുലുൻ ഇത്തഖദൽ ഈമാന ബിളാഅ, വിശ്വാസം ഒരു ചരക്കായി മാറ്റുന്നവർ, ഈമാൻ കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ, വിശ്വാസം കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവർ, വിശ്വാസം കൊണ്ട് ചൂഷണം ചെയ്യുന്നവർ. അത്തരം ആളുകൾക്ക് മേൽ എങ്ങനെയൊക്കെയുള്ള മുസീബത്തുകളാണ് വരുന്നത് എന്ന് ചോദിക്കരുത് എന്ന് നബി തങ്ങളാ പറയുന്നത്. പിന്നെ പറഞ്ഞു സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം, കാരുണ്യവാനായ അല്ലാഹു റഹ്മത്തിന്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവർക്ക് അല്ലാഹു സംസ്കരണം നൽകുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗം. ശ്രദ്ധിക്കണമേ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. വാർദ്ധക്യത്തിലേക്ക് കടക്കാനായിട്ടുണ്ട്. 40 അല്ല 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിയാറായിട്ടുണ്ട്. എന്നാലും വ്യഭിചാരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നിട്ടും വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ, വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന വൃദ്ധരായ ആളുകൾക്കാണ് ഉശൈമിത്തുൻ സാനിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അവരെ അല്ലാഹു നോക്കുക പോലുമില്ല, അവർക്ക് സംരക്ഷണം നൽകുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാൽ അവർ അല്ലാഹു ശിക്ഷിക്കുമത്രേ. രണ്ടാമത്തേത് വആഇലുൻ മുസ്തക്ബിർ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്, പക്ഷേ അഹങ്കാരിയാണ്. ദാരിദ്ര്യമാണ്, ഒരു നേരം പുക ഉയരാനുള്ള വക പോലുമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മനുഷ്യനാണ്. പക്ഷേ ആര് സത്യം പറഞ്ഞാലും അംഗീകരിക്കില്ല, പിടിവാശിക്കാരനായ ദാരിദ്ര്യമുള്ള ആള്. അത്തരം ആളുകളും പേടിക്കണമേ. മൂന്നാമത്തേത് തങ്ങൾ പറഞ്ഞു വറജുലുൻ ഇത്തഖദൽ ഈമാന ബിളാഅ, ഈമാനിനെ ഒരു ചരക്കായി കൊണ്ടു നടക്കുന്നവരും പേടിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾ അഹങ്കാരമില്ലാത്തവരാണ്, വിനയാന്വിതരാണ്. ഒരു വിശ്വാസിയുടെ സ്വഭാവം വിനയമാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം മിസ്കീന്മാരുടെ അരികത്ത് കൂടെ നടന്നു പോകുമ്പോ അവർ പറഞ്ഞു ഇലൈനാ യാ അബാ അബ്ദില്ലാ, ഹുസൈൻ എന്നവരെ, ഹുസൈൻ തങ്ങളെ ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്നിരിക്കണേ, ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നഅം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരമുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആ മിസ്കീന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഖദ് അജബ്തുക്കും, നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ വന്നില്ലേ, ഫഅജീബൂനി, എനിക്കും നിങ്ങൾ ഉത്തരം തരണം. ആ മിസ്കീന്മാരെ മുഴുവനും മഹാനായ ഹുസൈൻ ഇബ്നു അലിയാർ തങ്ങള് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ റുബാബ് ബീവിയോട് പറഞ്ഞു, റുബാബ് എന്നവരോട്, ഇലയ്യ മദ്ദഖർതി, പെണ്ണേ ഭാര്യ, നിങ്ങൾ എന്താണോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് എല്ലാം ഇങ്ങെടുത്തോളൂ, നമുക്ക് വിഐപികൾ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ആ വന്നത് മിസ്കീന്മാരാണ്. മിസ്കീന്മാർ അറിയണേ, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സെനിക്ക് തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീന്മാർ ആരാ സ്നേഹിക്കുക? നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും അവരിൽ നിന്ന് ഒരു ഉപകാരം പ്രതീക്ഷിക്കുമ്പോഴല്ലേ അവരെ സ്നേഹിക്കുള്ളൂ, അവരോടല്ലേ നമ്മൾ കോണ്ടാക്ട് വെക്കുന്നുള്ളൂ, അവരുടെ നമ്പറിലെ ചോദിച്ചു വാങ്ങിക്കുന്നുള്ളൂ. ഒരു ഉപകാരം മിസ്കീന്മാർ എന്ത് ഉപകാരം ചെയ്യാനാ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരായ പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സെനിക്ക് നൽകണമേ. അങ്ങനെ ഒരു നബിക്കേ ദുആ ഇറക്കാൻ കഴിയൂ. ആ പ്രവാചകരാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹ്. സമൂഹത്തിലെ ഏത് താഴ്ന്ന ആളും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തരുത്. അവരും നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരും നിങ്ങളോടൊപ്പമാണ്. അവർക്ക് മിസ്കീന്മാരാണ് എന്ന കുറവല്ലാതെ അവരുടെ ഇസ്സത്തിന് കുറവ് തട്ടിക്കൊടുക്കരുത്. അവരുടെ ഇസ്സത്തിന് ഒരു കുറവുമില്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ വഇദാ അറദ്ത ബിഇബാദ
ഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഗൈറ മഫ്തൂൻ എന്ന നബി തങ്ങളുടെ ദുആയിലുണ്ട്. മിസ്കീന്മാരെ സ്നേഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആ മിസ്കീന്മാരെ അവർ വിളിച്ചു അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, വളരെ ചെറിയ ഭക്ഷണം. എന്നിട്ട് മഹാൻ കൊണ്ടുപോയിട്ട് അവിടുത്തെ വീട്ടിലെ എല്ലാ തരത്തിലുമുള്ള അൽവാനൽ അത്ഇമ, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ മുഴുവനും വെച്ചു കൊടുത്തു സന്തോഷത്തോടെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉത്തരം, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകിയ പോലെ നിങ്ങൾ എന്റെ ക്ഷണത്തിനും ഉത്തരം നൽകിയല്ലോ. ആ സന്തോഷം അവരുമായി പങ്കുവെക്കുകയാണ് തങ്ങളായ സയ്യിദായ ഹബീബിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അൽ ഹസനുൽ ബസ്രി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ഒരു കൂട്ടം കുട്ടികളാണ് വിളിച്ചത്. റൊട്ടി കഷ്ണുണ്ട്. ഹസനുൽ ബസ്രി ഞങ്ങളുടെ കൂടെ വന്ന് ഈ റൊട്ടി കഴിക്കുന്നുവോ? അവരുടെ കൂടെ ഇരുന്നു ഹസനുൽ ബസ്രി തങ്ങൾ. ഫജലസ വഅഖല മഅഹും, എന്നിട്ട് അവരോട് അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് കഴിപ്പിക്കാൻ തരും. എന്നിട്ട് പറഞ്ഞു, ലഹുമുൽ ഫദ്ലു അലൈനാ, ആ മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു അൽ ഹസനുൽ ബസ്രി തങ്ങളെ. എന്നിട്ട് പറഞ്ഞു, എന്നാലും ഈ മക്കൾക്കാണ് എന്നെക്കാളും സ്ഥാനം. അവരുടെ കയ്യിൽ ഒരു റൊട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ റൊട്ടി കഴിക്കാനാ അവരെന്നെ വിളിച്ചത്. അവരുടെ കയ്യിൽ അതുമാത്രമാണുള്ളത്. എന്നാൽ എന്റെ വീട്ടിൽ എത്രയോ വേറെ ഭക്ഷണമുണ്ട്, അതിൽ നിന്ന് കുറച്ചേ ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. അവരെനിക്ക് തന്നത് അവരുടെ കയ്യിലുള്ള എല്ലാമാണ്. ഞാൻ കൊടുത്തത് എന്റെ കയ്യിലുള്ളതിൽ നിന്ന് അല്പമാണ്. വിശുദ്ധ റമദാനിലൊക്കെ മദീന പള്ളിയിൽ കണ്ടിട്ടില്ലേ അവിടെ സുപ്രവിരിക്കുന്നത് നോമ്പ് തുറക്കാൻ നേരത്ത്? സാധാരണ ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മഗ്രിബിന്റെ സമയത്ത് മസ്ജിദിന്റെ ചില ഭാഗങ്ങളിലൊക്കെ സുപ്രവിരിക്കും. മദീനക്കാരായ മക്കള്, അവരുടെ വാപ്പമാര് ചിലപ്പോ സംസമും ഈത്തപ്പഴവും കുറച്ച് റൊട്ടിയും അതേ ഉണ്ടാവുള്ളൂ. ആരൊക്കെ അവിടെ വന്നിരിക്കുന്നു അവർക്ക് സന്തോഷമാണ്. ചിലപ്പോ ചെറിയ കപ്പിൽ ഗാവ ഒഴിച്ചു തരും. അതിനുവേണ്ടി അവർ സ്നേഹത്തോടെ ഇവിടെ വന്നിരിക്കിൻ എന്ന് പറയും. ഒരുപാട് സുപ്രകൾ കാണും അവിടെ. ആ സുപ്രകളിലൊക്കെ നോമ്പ് തുറപ്പിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായയും അവരുടെ ഈത്തപ്പഴവും സംസവും വെച്ചു തരുന്നു, ചെറിയ റൊട്ടി കഷ്ണങ്ങളും. അവരതിലേക്ക് ക്ഷണിക്കാൻ. മാഷാ അല്ലാഹ്, അത് അൻസാരികളുടെ ഒരു സ്വഭാവമാണ്, മദീനക്കാരുടെ ഒരു സ്വഭാവമാണത്. ആ മക്കൾ അവർ ഉള്ളതിലേക്കാണ് വിളിക്കുന്നത്. അവിടെ നമ്മൾ പത്തിരി ഇറച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ആ മസ്ജിദിനുള്ളിൽ അത്രയും അവിടെ സൗകര്യം, അപ്പോഴേക്ക് നിസ്കരിക്കാൻ സമയമായി. ആ ഒരു ഭക്ഷണത്തിലേക്ക് അവർ വിളിക്കാൻ. ഹസനുൽ ബസ്രി തങ്ങളുടെ വാക്കിന്റെ അർത്ഥം ഞാൻ ആലോചിച്ചു പോവാണ്. ആ മക്കളെ അവരുടെ കയ്യിലുള്ളതല്ലേ തന്നത്. നാം കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് ചിലതാ കൊടുക്കുന്നുള്ളൂ, മുഴുവനല്ല കൊടുക്കുന്നത്. അപ്പോഴും ലഹുമുൽ ഫദ്ലു അലൈനാ, നമ്മളെക്കാളും സ്ഥാനം ഈ മക്കൾക്ക് തന്നെയാണെന്ന് മഹാനവറുകൾ പറയാണ്. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയാന്വിതരായ ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. താഴ്മ കാണിക്കുന്നതും മനുഷ്യരോട് സവിനയം പെരുമാറുന്നതും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവമാണ്. അഹങ്കാരികൾക്ക് സംഭവിച്ച പതനങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാറൂനിനെ ഭൂമി വിഴുങ്ങി എന്ന് നമുക്കറിയാം. ഈജിപ്തിൽ നിന്നൊരു 100-120 കിലോമീറ്റർ കെയ്റോയിൽ നിന്ന് യാത്ര ചെയ്താൽ ഫയ്യൂം എന്ന് പറയുന്ന സ്ഥലമെത്തും. അവിടെയാണ് ഖാറൂനിന്റെ കൊട്ടാരമുണ്ടായിരുന്നത്. അവിടെ ഒരു കുളമാണ്. ആ കൊട്ടാരവും പറമ്പും മുഴുവൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയിട്ട് ഒരു ചെറിയ ജലാശയമായി നിൽക്കുന്നത് ഇന്നും അവിടെ ചെന്നാൽ കാണാൻ കഴിയും. അവനെയും അവന്റെ സിംഹാസനവും എല്ലാം ഭൂമിയിലേക്ക് നാം താഴ്ത്തിക്കളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യാമെന്നതാ. മൂസാ നബിയെ, ഞാൻ പാവമാണ്, എനിക്ക് സമ്പത്ത് വേണം. മൂസാ നബി ദുആ ചെയ്തു, റബ്ബേ ഹാറൂന് കൊടുക്കണേ. പിന്നെ അവൻ പറഞ്ഞ വാക്ക്, ഇന്നമാ ഊതീതുഹു, ഇത് എനിക്ക് നൽകപ്പെട്ടത് അലാ ഇൽമിൻ ഇൻദി, ഞാൻ എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമാണിത്, ഇതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഞാൻ തരില്ല. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. നമ്രൂദ് ബിനു കൻആനിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരമുണ്ടാക്കി എറിഞ്ഞു ശിക്ഷിച്ച നമ്രൂദ് ബിനു കൻആനിനെ അല്ലാഹു ശിക്ഷിച്ചത് ഒരു കൊതുകിനെ മൂക്കിനുള്ളിലേക്ക് പറഞ്ഞയച്ചിട്ടാണ്. ഒരു കൊതുകാണ്. ആ കൊതുക് തലച്ചോറിനുള്ളിൽ ചെല്ലുന്നു. ആ കൊതുകിന്റെ ജീവൻ പോയില്ല. അവിടെ നിന്ന് ആ മനുഷ്യന്റെ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ചെരുപ്പ് കൊണ്ട് തലക്കടിക്കാൻ പറയുന്നു നമ്രൂദ്. അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ, കൊതുകിനെ പുറത്തെടുക്കാൻ കഴിയാതെ തലക്ക് അടി കൊണ്ടിട്ടാണ് നമ്രൂദ് ബിനു കൻആൻ അന ഉഹീ വ ഉമീത്, എനിക്കും ജീവിപ്പിക്കാൻ കഴിയും എനിക്കും മരിപ്പിക്കാൻ കഴിയുമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ, എന്നാൽ എന്റെ റബ്ബാണ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നത്, നിനക്ക് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ,
ഒരു ജീവനുള്ള രണ്ട് മനുഷ്യന്മാർ, രണ്ട് ജയിൽ പുള്ളികളെ കൊണ്ടുവന്നു. ഒരാളോട് പറഞ്ഞു നീ പൊയ്ക്കോ, മറ്റൊരാളെ തൂക്കിക്കൊല്ലാൻ വിധി പറഞ്ഞു, അയാളെ കൊന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും. How absurd it is. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് മറുപടി കൊടുത്തില്ല എന്നത് അത്ഭുതം. കാരണം എന്ത് പണിയെ ചെയ്യുന്നത്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം തൊടാതെ റൂഹ് എടുക്കാൻ പറ്റണം. അതാണ് മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. കൊല്ലുക എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ നഫ്സിനെ ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ഒരു റൂഹ് നിൽക്കാൻ ഒരു ശരീരത്തിന് ചില ഘടകങ്ങൾ വെച്ചിട്ടുണ്ട്. ചോര, രക്തം, ശരീരത്തിന്റെ ഘടന, അത് ബ്രേക്ക് ചെയ്താൽ ആൾ മരിക്കും. പക്ഷേ ഒരാളെ ശരിക്കും മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ തടിയിൽ തൊടാതെ ഒരു മനുഷ്യനെ കിടത്തിയിട്ട് റൂഹ് എടുക്കാൻ പറ്റണം. ഇത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അല്ലാത്തതൊക്കെ ശരീരത്തെ ബ്രേക്ക് ചെയ്യാൻ. കൊല്ലലാണോ? അവരാണോ മരിപ്പിക്കുന്നത്? മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഒരാളെ മരിപ്പിക്കാൻ കഴിയും, ജീവൻ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ നഫ്സിൽ തൊടാതെ റൂഹ് എടുക്കണം. ഇബ്രാഹിം നബി അതുകൊണ്ട് തർക്കിക്കാൻ പോയില്ല. ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവൻ പറയുന്നതെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ നല്ലത്. അപ്പോഴാണ് സൂര്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നവനാണ് എന്റെ റബ്ബ്, നീ പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കേ. നമ്രൂദ് ബിൻ കൻആൻ അവിടെ മുട്ടുമടക്കി എന്ന് വിശുദ്ധ ഖുർആൻ. ഫബുഹിതല്ലദീ കഫർ. ഫറോവ, ഫിർഔൻ അന റബ്ബുകുമുൽ ആല. ഈജിപ്തിലെ കെയ്റോവിലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം ഉണ്ട്. പുതിയ മ്യൂസിയം 2022 ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഈ വർഷം 2022 അല്ലേ? ഈ വർഷം തുടക്കത്തിൽ ഓപ്പൺ ചെയ്ത മ്യൂസിയത്തിലാണ് ഇപ്പോ ഫിർഔന്റെ ബോഡി കിടക്കുന്നത്. ചെന്നാൽ കാണാൻ പറ്റും. 19 മമ്മികൾ വേറെയുണ്ട്. വേറെയും അന്നത്തെ ഫിർഔനുമാർ. റംസീസ് 1-നും 2-നും 3-നും 7-നും 9-നും 11-നും ഉണ്ട്. റംസീസ് 2-മനാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ ഫിർഔൻ. ആ ഫിർഔനെ ഇന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ അടുത്ത് വരെ പോയിട്ട് ഇങ്ങനെ നോക്കി ഗ്ലാസിനുള്ളിലൂടെ ഇങ്ങനെ കാണാൻ പറ്റും ആ മനുഷ്യൻ കിടക്കുന്നത്. അന റബ്ബുകുമുൽ അഅല, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പടച്ചവനാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണത്. എന്നിട്ട് പറഞ്ഞു ഈ നദികളൊക്കെ എന്റെ കാലിന്റെ കീഴെയല്ലേ, നൈൽ നദി എന്റെ കൺട്രോളിലാണെന്ന്. പക്ഷെ അതിൽ വെള്ളം എടുത്ത് നോക്കുമ്പോ ആ വെള്ളം ചോരയാണ്. ചോര കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു ഫിർഔനിനെ. ഭക്ഷണം പാകം ചെയ്യാൻ നിന്നാൽ അതിൽ തവളകൾ വരും. തവളകളെ കൊണ്ടല്ല പരീക്ഷിച്ചു. ഡെയിലി കുളിക്കുന്ന മനുഷ്യനാ ഫറോവ, പക്ഷെ എപ്പോഴും തലയിൽ പേനാണ്. പേന് എന്ന് പറഞ്ഞാൽ നിറയെ ഇങ്ങനെ അല്ലാഹു പരീക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, എന്റെ കാലിന്റെ താഴെയല്ലേ ഒലിക്കണത്. അതൊരു പ്രയോഗമാണ്. പക്ഷെ അല്ലാഹു അതിനെ ലിറ്ററലി അല്ലാഹു അതിന് ഉത്തരം കൊടുത്ത് എങ്ങനെയാണെന്നറിയോ? അവന്റെ തലക്ക് മീതെ ആ വെള്ളത്തെ ഒഴുക്കി അങ്ങനെ മുക്കിക്കളഞ്ഞത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നബിയേ ഫറോവ മുങ്ങുമ്പോ യാ റസൂലല്ലാഹ്, നബിയേ ലൗ റഅയ്തനി യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അദുസ്സു ഫീഹി മിൻ ഹാലിൽ ബഹരി ഹത്താ ലാ തുദ്രികഹു റഹ്മത്തുല്ലാഹ്. ആയിരക്കണക്കിന് നിരപരാധികളായ മക്കളെ അഹങ്കാരം തലയിൽ കയറിയത് കൊണ്ട് മാത്രം കൊന്നുകളഞ്ഞ ഫറോവ ചെങ്കടലിന്റെ മധ്യത്തിൽ, അതായത് സുയസ് ഉൾക്കടൽ, സുയസ് കനാലിൽ തുടങ്ങുന്ന ഭാഗം, അവിടെയാണ് സംഭവം നടന്നത്. സുയസ് കനാൽ, സുയസ് ഉൾക്കടൽ അവസാനിക്കുന്നിടത്ത് സുയസ് കനാൽ മെഡിറ്ററേനിയനിലേക്ക് പോകുന്നു. അതിന് തൊട്ടുപുറത്ത് ഐൻ മൂസ എന്ന സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ അവിടെ വലിയ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഐൻ മൂസ. ആ ഭാഗത്താണ് കടൽ മുറിച്ചു കടന്ന സ്ഥലം എന്നാണ്. അവിടം ഫറോവ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെട്ടു. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാൻ അവൻ പറയാൻ തുടങ്ങി, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ മക്കളൊക്കെ വിശ്വസിച്ച പടച്ചവനാരോ അവനിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു വെച്ചു. അല്ലാഹുവിന്റെ മറുപടി ഇപ്പോഴാണോ പറയുന്നത്? സമയം ഒരുപാട് ലേറ്റ് ആയല്ലോ. ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. നബിയേ, ജിബ്രീൽ തങ്ങൾ പറയാ, നബിയേ ലൗ റഅയ്തനി യാ മുഹമ്മദു, നബിയേ നിങ്ങൾ ഞാൻ ചെയ്യുന്നതൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, വഅന അദുസ്സു ഫീഹി മിൻ ഹാലിൽ ബഹർ. ഹാൽ, ബഹറിന്റെ ഹാൽ എന്ന് പറഞ്ഞ കറുത്ത ചെളിക്കാണ് ഹാൽ എന്ന് പറയാം. ദുർഗന്ധമുള്ള ചെളി, കടലിലെ ദുർഗന്ധമുള്ള ചെളി ഞാൻ ഫറോവയുടെ വായയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയായിരുന്നു. ഹത്താ ലാ തുദ്രികഹു റഹ്മത്തുല്ലാഹ്. അവരൊരിക്കലും ഇനി റബ്ബിന്റെ റഹ്മത്ത് അർഹിക്കുന്നില്ല നബിയെ. അവന്റെ വായ കൊണ്ടിനി ഒന്നും അവൻ പറയരുത് എന്ന് വിചാരിച്ച് അവന്റെ വായയിലേക്ക് ഞാൻ ആ സമുദ്രത്തിലെ ചെങ്കടലെ ചെളി ഞാൻ അവന്റെ വായയിൽ നിറച്ചു കൊടുക്കുന്ന നേരം, നബിയെ നിങ്ങൾ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം
അല്ലാഹു എന്ത് ചെയ്തു? എന്റെ കാലിന്റെ മിൻ തഹ്തി എന്ന് പറഞ്ഞതിന് മിൻ ഫൗഖിഹി, തലന്റെ മീതെയാണ് അല്ലാഹു ഒഴുക്കിയത്. വെള്ളത്തിൽ മുങ്ങിയിട്ട് അവൻ മരിക്കുന്നത്. ഇതൊക്കെ എന്റെ കാലിന്റെ താഴെയല്ലേ? അവന്റെ തലക്ക് മീതെ അല്ലാഹു വെള്ളം ഒഴുക്കി. ഇതിനൊക്കെ അല്ലാഹ് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫിർഔൻ നിന്റെ ബോഡി ഞാൻ സൂക്ഷിച്ചു വെക്കും. 1901 അല്ലെങ്കിൽ 2 വരേക്കും ലോകത്തറിയില്ല ഫിർഔന്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന്. ആർക്കും അറിയില്ലായിരുന്നു. അതുവരെയുള്ള ഒരു മുസ്ലിമും ഒരു യുക്തിവാദിയും ചോദിച്ചില്ല, ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറവ, നിന്റെ ബോഡി, we will preserve your physical body so that you be a sign for the people who are coming after you. അത് വേണ്ടി എടുത്തു വെക്കുന്നു. ആ ബോഡി എവിടെ? പിൻഗാമികൾക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലാഹ് എടുത്തു വെക്കുമെന്ന് പറഞ്ഞ ബോഡി എവിടെ എന്ന് ആരും ചോദിച്ചില്ലായിരുന്നു. 20-ാം നൂറ്റാണ്ട് പിറന്നപ്പോ അല്ലാഹ് കാണിച്ചു കൊടുത്തു. 20-ാം നൂറ്റാണ്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കൂട്ടരാണ്. നമ്മൾ കണ്ടതേ വിശ്വസിക്കൂ എന്നൊരു ചിന്ത വന്ന കാലമാണ്. അപ്പൊ അല്ലാഹു പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതുവരെ അല്ലാഹ് ഒളിപ്പിച്ചു വെച്ചു. സ്വഹാബികൾ ചോദിച്ചില്ല നബിയെ, അവർ ഈജിപ്ത് പോകുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത സ്വഹാബിയാ. ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി അവർ ഈജിപ്തിലേക്ക് യാത്ര പോകുന്നവരാ. പക്ഷെ ഫിർഔൻ അവിടെ ഉണ്ടോ? അവരൊന്നും ചോദിക്കാൻ പോലും നിന്നില്ല. അല്ലാഹ് പറഞ്ഞില്ലേ അവിടെ ഉണ്ട്, അല്ലാഹ് പറഞ്ഞില്ലേ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ ചോദ്യമല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നാലും എവിടെയെന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹ് കാണിച്ചു തന്നു. ഇപ്പൊ 20-ാം നൂറ്റാണ്ടിലാ കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അല്ലാഹു ചെയ്ത മാതൃകകളാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്രമായി നിൽക്കുകയാണ്. ഇതൊക്കെ ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരൊക്കെ റബ്ബിനോട് ധിക്കാരം കാണിച്ചിട്ടുണ്ടോ അവരാരും രക്ഷപ്പെട്ടിട്ടില്ല. യുക്തിവാദങ്ങളൊക്കെ ഒരു തരം ധിക്കാരമാണ്. യുക്തിവാദം ധിക്കാരമാണെന്ന് പറയാൻ കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും നിഷേധിക്കുന്നതിനപ്പുറത്താണ് സ്രഷ്ടാവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ. ഈ പ്രപഞ്ചമുണ്ടായത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. എവിടെ നിന്നുണ്ടായി നമുക്കറിയില്ല. സിംഗുലാരിറ്റി, ഏകത്വം, മലയാളത്തിൽ എന്താ പറയാന്നറിയില്ല. സിംഗുലാരിറ്റി